വെൽക്കം ടു സേറാസ് എൻ്റർടൈൻമെൻറ്റ് വ്ലോഗ്സ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ചേമ്പിൻതാൾ തണ്ട്, അതിൻ്റെ തണ്ട് വറുത്തരച്ചൊരു കറി, ചേമ്പിൻതാൾ തീയൽ എന്നൊക്കെ പറയും. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. ഇതുപോലെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒട്ടും മായമൊന്നും ചേർക്കാത്ത ഒരു സംഭവമാണ്. വളരെ നല്ലതാണ്, നമുക്ക് ഒരു ദോഷവും ചെയ്യത്തില്ല, അങ്ങനെ ധൈര്യമായിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഇളം തണ്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് കഴുകിയെടുത്ത് കൊണ്ടുവരുന്നുണ്ട്. എന്നിട്ട് ഇതെങ്ങനെയാണ് വെക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ ചേമ്പിൻ്റെ ഈ തണ്ട് നമുക്ക് തോരൻ വെക്കാനും നല്ലതാണ്, അതുപോലെ മോരുകറിക്കകത്ത് ഇത് വെച്ചിട്ട് മോരുകറി ഉണ്ടാക്കും, അതും നല്ലതാണ് കേട്ടോ. അത് വേറൊരു എപ്പിസോഡ് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാനിത് കഴുകിയെടുത്ത് നല്ല വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഞാനിതിൻ്റെ തോലൊന്ന് പിരിതെടുക്കുകയാണ്. അതിനുശേഷം ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്ത് കാണിക്കാം. അപ്പോൾ എന്നും ഒരേ രീതിയിലുള്ള കറികൾക്ക് പകരം ഒരു വെറൈറ്റി ഇടയ്ക്കൊന്ന് മാറ്റി പിടിച്ച് നോക്കാം. അപ്പോൾ ഇതും വീടുകളിലുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എല്ലാവരും. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് തോല് കളഞ്ഞിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത ഈ ഒരു വലുപ്പത്തിൽ ഇതെല്ലാം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇളം തണ്ടായിരിക്കും കുറച്ചുകൂടെ നല്ല, ഒരുപാട് കട്ടി കൂടിയ തണ്ടെടുക്കണ്ട. അപ്പോൾ ഇതേ ഒരു വലുപ്പത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നു. അപ്പോൾ കറിക്ക് ആവശ്യത്തിനായിട്ട് ഞാനിത് തണ്ടൊക്കെ നല്ല കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുതൊന്ന് വേവിച്ചെടുക്കണം, എന്നിട്ടാണ് ഇതിൻ്റെ അരപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഇത്രയും കുറച്ച് ഒരു അരമുറി തേങ്ങ ചിരവിയത്, കുറച്ച് വെളുത്തുള്ളി, അതുപോലെ ചെറിയ കൊച്ചുള്ളി ആണെങ്കിൽ നല്ലതാണ്. ഞാൻ കൊച്ചുള്ളി അല്ല ചേർത്ത് കൊടുക്കുന്നത്, വലിയ ഉള്ളിയുടെ ഇതിലൊരു പകുതി എടുക്കുന്നുണ്ട്. ഇത് നമുക്കിത് വറുത്തെടുക്കണം, കറിവേപ്പിലതുണ്ട്. അപ്പം ഞാനിത് തേങ്ങയും കൊച്ചുള്ളി ഉള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ഇട്ടിട്ട് നന്നായിട്ട് തേങ്ങയൊന്ന് മുഴിപ്പിച്ചൊന്ന് വറുത്തെടുക്കുകയാണ്. നന്നായിട്ട് തീയിൽ ഒരു ചീനച്ചട്ടി ഇതുപോലെ ഒരു പാൻ വെച്ചിട്ട് ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് അതൊന്ന് തേങ്ങയൊന്ന് മുപ്പിച്ചെടുക്കുക. അപ്പം തേങ്ങയൊക്കെ മൂത്ത് വരുന്ന ആ സമയത്തിനുള്ളിൽ നമുക്ക് ചേമ്പ് തണ്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടൊന്ന് ഇളക്കി ഒന്ന് റെഡിയാക്കിയതിന് ശേഷം കുറച്ച് ആവശ്യത്തിന് വെള്ളം, ഒരുപാട് ഒഴിക്കേണ്ട, ഇന്നകയ്ക്ക് ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് അതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ തേങ്ങ ഇതാണ്ട് ഇളക്കി കൊടുക്കുക ഇടയ്ക്ക്. അപ്പോൾ ഞാനിതൊന്ന് വേവിച്ചെടുത്തിട്ട് വരാം. തേങ്ങയും നന്നായിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ തേങ്ങയൊക്കെ ഏകദേശം ഒന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കളറൊക്കെ മാറി വരുന്നില്ലേ, ഇത് കണ്ടില്ലേ, ഇതുപോലെ ഇച്ചിരി കൂടെ ഡാർക്കാവണേ. എന്നിട്ട് വേണം നമുക്കത് മിക്സിഡ് ജാറിലിട്ട് അരയ്ക്കാനായിട്ട്. അതിന് മുന്നേ ഇപ്പം ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരുപാട് വേണ്ട, ഇട്ട് കൊടുത്തു. അതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് എരിവിനനുസരിച്ച്, ഒരുപാട് എരിവ് വേണം, നല്ല കളറൊക്കെ വേണമെങ്കിൽ കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കാം. കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ മല്ലിപ്പൊടി കുറച്ചിട്ട് കൊടുത്തു. അങ്ങനെ ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കി, പൊടി കരിഞ്ഞു പോകാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. തേങ്ങയും പൊടികളെല്ലാം നന്നായിട്ട് മൂത്ത് കറക്റ്റ് പാകത്തിനായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തണുക്കാൻ വയ്ക്കാം. തണുക്കാൻ വെച്ചതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തുകൊണ്ട് വരാം. അപ്പോൾ അരപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്, നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തു. ഇനി നമുക്ക് ആ ചേമ്പിൻതണ്ട് വേവിച്ചതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കുറച്ച് തിളപ്പിച്ചെടുക്കുക. പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടട്ടെ. അതിനുശേഷം നമുക്കിതുപോലെ സാധാരണ പോലെ കടുക് താളിച്ചൊടിക്കണം. കടുകിട്ട് മൂത്ത് കഴിഞ്ഞതിന് ശേഷം, കടുക് പൊട്ടിയതിന് ശേഷം കുറച്ച് ഉലുവ കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ വറ്റൽമുളക്, കറിവേപ്പില, ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പെട്ടെന്ന് എടുക്കാൻ പറ്റുന്നൊരു കറിയാണ്. ഒരു കറിക്ക് പെട്ടെന്ന് നമുക്കൊരു കറി എന്നാ വെക്കണം എന്ന് ആലോചിച്ചിരിക്കേണ്ട സമയത്ത് ഇതുപോലെ ഒരു ചേമ്പിൻതാൾ കൊണ്ട് അടിപൊളിയായിട്ട് കറി ഉണ്ടാക്കിയെടുക്കാം. അപ്പം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് കമൻറ്റ്സ്, ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോസ്. താങ്ക് യു.